ഈ ദിവസങ്ങളിലെല്ലാം കാലിഫോർണിയയിലെ അഗ്നിബാധയെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. സാധാരണ എല്ലാ വർഷവും അവിടെ വരുന്നതാണ്. പക്ഷേ ഈ വർഷം വളരെ രൂക്ഷമായി എന്നുള്ളത് മീഡിയ വഴി പത്രത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനിടയ്ക്ക് വന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് വിചിന്തനത്തിനെടുക്കുന്നത്. ഒരു ദേശം മുഴുവൻ ഈ അഗ്നിയിൽ കത്തി അമർന്നപ്പോൾ എല്ലാവരെയും അതിശയിപ്പിച്ച രീതിയിൽ ഒരു ഭവനം മാത്രം തല ഉയർത്തി നിന്നു. അതിനെ അഗ്നി സ്പർശിച്ചില്ല. കാരണം ആ ഭവനം ദൈവം തൊട്ട ഭവനമായിരുന്നു. കാരണം അവര് അതുപോലെ ഒരു പ്രാർത്ഥന നടത്തിയപ്പോൾ ദൈവം കൊടുത്ത സംരക്ഷണമാണെന്ന് ആ കുടുംബാംഗങ്ങൾ വിളിച്ചു പറഞ്ഞു. അവർ നടത്തിയ പ്രാർത്ഥന എപ്പിഫനി പ്രാർത്ഥന. എപ്പിഫനി നമുക്കറിയാം, പ്രത്യക്ഷീകരണ തിരുനാൾ. ആ ദിവസം നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിനെയൊക്കെ പരിഹസിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അതിൽ വിശ്വാസമുള്ള വ്യക്തികളുണ്ടായിരുന്നു. ഈ കുടുംബാംഗങ്ങൾക്ക് അതിൽ വിശ്വാസമായിരുന്നു. അവർ സാധാരണ ചെയ്യാറുള്ളത് ഇതാണ്: ഈ പ്രത്യക്ഷീകരണ തിരുനാളിന്റെ അന്ന് വീട് വഞ്ചരിക്കും, വീട്ടിലെ മുറികളിലെല്ലാം അന്നാമളം തളിക്കും, ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും ആ വീട്ടിലേക്ക് ക്ഷണിക്കും. എന്നിട്ട് ആ വീട് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതോടൊപ്പം അവരുടെ കട്ടിളപ്പടിയിൽ അവര് വയ്ക്കുന്ന 3 അക്കങ്ങളുണ്ട്. അതാണ് CMB. ഈ 3 ലെറ്റേഴ്സ് കട്ടിളപ്പടിയിൽ അവര് ആലേഖനം ചെയ്യും. അതിന്റെ അർത്ഥം ഇതാണ്: ക്രിസ്തുസ് മാൻസിയോnem ബെനഡിക്കാത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മേ ക്രൈസ്റ്റ് ബ്ലസ് ദിസ് ഡ്വെല്ലിംഗ്. കർത്താവ് ഈ ഭവനം ആശീർവദിക്കട്ടെ, മുദ്ര ചെയ്ത് സംരക്ഷിക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥന, അതാണ് അതിലൂടെ അവർ നടത്തിയിരുന്നത്. ഈ പ്രാർത്ഥന നടത്തിയ ആ കുടുംബമാണ് അവിടെ ചുറ്റുപാടുമുള്ള വീടുകൾക്കെല്ലാം തീ പിടിച്ചിട്ടും ഈ ഭവനത്തെ ആ തീ സ്പർശിച്ചില്ല എന്നുള്ളത് നാം അത്ഭുതകരമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. കാലിഫോർണിയയിൽ അന്നും ഇന്നും ഇനി മുമ്പോട്ടും ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തികളുണ്ടാകും. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരെ പരിഹസിക്കുന്ന വ്യക്തികളും ഉണ്ടാകും. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു സംഭവം. 2 സാമുവേൽ 6-ാം അധ്യായം 16 മുതൽ എടുക്കുമ്പോൾ ദാവീദ് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിച്ച് സ്തുതിക്കുന്ന ഒരു രംഗം. അത് കണ്ട മിഖാൽ, സാവൂളിന്റെ മകളാണ് മിഖാൽ, അവൾക്ക് ലജ്ജ തോന്നി. അവൾ പറഞ്ഞു, നീ ഒരു ആഭാസനെ പോലെ അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നത് കണ്ടിട്ട് എനിക്ക് ലജ്ജ തോന്നി. ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്: എന്നെ രാജാവാക്കിയ ദൈവത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. നീ പറഞ്ഞത് ലജ്ജാകരമായ കാര്യമാണെന്ന്. ഇനി അതിനേക്കാൾ ലജ്ജാകരമെന്ന് നീ വിചാരിക്കുന്ന കാര്യം പോലും ഞാൻ ചെയ്യും എന്റെ ദൈവത്തിന് വേണ്ടി. ദാവീദ് എപ്രകാരമാണ് മരണപക്കിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് നമുക്കറിയാം. മിഖാലിന് സംഭവിച്ചത് എന്താണ്? അവൾ മരണം വരെ സന്താനരഹിതയായിരുന്നു. പറയുന്നുണ്ട്, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവം തരുന്ന ആ സംരക്ഷണം വളരെ വലുതാണ് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊരു 2-3 കാര്യങ്ങൾ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വചനം എടുത്ത് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ഒന്ന് പരിചയപ്പെട്ട് വിശ്വാസത്തിലെടുത്ത് മുമ്പോട്ട് പോകുന്നത് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. ഒന്നാമത്തെ കാര്യം, ദൈവം തൊട്ടതിന് അഗ്നിക്ക് പോലും തൊടാൻ പറ്റില്ല എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യെശയ്യാ 43-ന്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ, നീ അഗ്നിയിലൂടെ നടക്കും, പക്ഷെ നിനക്ക് പൊള്ളലേൽക്കില്ല. ഇവിടെ കാണുന്നുണ്ട് ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: 3 യുവാക്കൾ അഗ്നിയിലേക്ക്, അത് കത്തി ഉയർന്ന അഗ്നിയിലേക്ക് എറിയപ്പെട്ടവർ. ഇവരെ എറിയാൻ പോയവർ തീ പിടിച്ച് കത്തും. പക്ഷേ ഈ അഗ്നിയിലേക്ക് എറിയപ്പെട്ട അവർ കീർത്തനം ആലപിച്ച് അവരുടെ തുണിക്കോ രോമത്തിനോ ഒന്നും തീ പിടിച്ചില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. അവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന രംഗമാണ് നമ്മൾ അവിടെ കാണുക. ഇതുപോലെ മറ്റൊന്ന് നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് 3-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ മോശ കണ്ട ഒരു ദൃശ്യം. മോശ നോക്കുമ്പോൾ ഒരു മുൾപ്പടർപ്പ് കത്തുന്നു, പക്ഷെ അത് കത്തിച്ചാമ്പലാകുന്നില്ല. മോശ പറഞ്ഞു, ഇതൊരു മഹാത്ഭുതം, ഞാൻ അടുത്തു പോയി കാണട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കാഴ്ച അടുത്തു നിന്ന് കാണുന്ന മോശയെ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ട് ഇതുപോലെയാണ് ആ ഭവനം. ചുറ്റുപാടുമുള്ള വീടുകളെല്ലാം കത്തിയമർന്നപ്പോൾ ഇത് ഉയർന്നു നിൽക്കുന്നത് വളരെ അതിശയത്തോടെയാണ് ജനങ്ങൾ അത് കണ്ടു നിന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. 2-ാമത്തെ കാര്യം ഇതാണ്: ദൈവം അടച്ചത് മനുഷ്യർക്ക് തുറക്കാനാവില്ല. യെശയ്യാ 22-ന്റെ 22-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അതാണ്: കർത്താവ് അടച്ച വാതില് മനുഷ്യർക്ക് തുറക്കാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം: ചെത്തിയെടുത്ത കല്ലുകൊണ്ടെന്ന പോലെ കർത്താവ് ഇസ്രായേൽക്കാരുടെ വഴി അടച്ചു. അവർക്ക് തുറക്കാൻ പറ്റിയില്ല. അവരനുദപിച്ചപ്പോൾ ദൈവം തന്നെ ആ വഴി തുറന്നു കൊടുക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. 2 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്: ആഹാബ് മരണപ്പെടണം എന്ന് ദൈവം നിശ്ചയിച്ചു. ഇനി അങ്ങനെ ദൈവം ഒരാൾ മരണപ്പെടണമെന്ന് നിശ്ചയിച്ചാൽ ആർക്കും അത് തടയാനാവില്ല എന്നുള്ളത് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ദൈവം തരുന്ന സംരക്ഷണം അതാണ് നമ്മളെ സുരക്ഷിതരാക്കുന്നത്. അവസാനമായിട്ട് നമ്മൾ കാണുന്നത്, ദൈവം കൂടെയുള്ളവരാണ് സുരക്ഷിതരാകുന്നത്. വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പുറപ്പാട് 12-ന്റെ 22 നമ്മൾ കണ്ടതാണ്. ഇസ്രായേൽക്കാർ അവരുടെ കട്ടിളപ്പടിയിന്മേൽ
രക്തം പുരട്ടി കഴിഞ്ഞപ്പോൾ സംഹാരദൂതന് ആ ഭവനത്തെ സ്പർശിക്കാൻ പറ്റിയില്ല. സങ്കീർത്തനം 32:10 കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം 91 കടന്നു പോകുമ്പോൾ 4 മുതലുള്ള വചനങ്ങൾ, തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറയ്ക്കും, അപ്പോൾ നീ സുരക്ഷിതനായിരിക്കും. സങ്കീർത്തനം 121 6 മുതൽ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നത്, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല, കാരണം കർത്താവിൻ്റെ സംരക്ഷണം നിനക്കുണ്ട്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ പ്രതിഷ്ഠാ ജപത്തിൽ ഒരു പ്രത്യേക നിയോഗമായിട്ട് വെക്കുന്നത്, ദൈവത്തെയും ദൈവവിശ്വാസികളെയും പരിഹസിക്കുന്ന വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.